എല്ലാ അസോസിയേഷനിലെയും എല്ലാ വേണ്ടപ്പെട്ട ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ട്. അതാ പറഞ്ഞത്, ഒരു ചെറിയ സദസ്സാണെങ്കിലും ഇവിടെ വന്നിരിക്കുന്ന എല്ലാം വലിയ ആൾക്കാരാണ്. അപ്പോൾ ഈ വേദിയിൽ ഇങ്ങനെ നിന്ന് നിങ്ങളോടെല്ലാം നന്ദി പറയാൻ എനിക്ക് അവസരം തന്ന ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ ഈ 30 വർഷക്കാലം എന്നെ ഇവിടെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകരെ എനിക്ക് തീർത്താത്ത നന്ദിയാണ്. കാരണം അവരുടെ ഒരുപാട് പേരുടെ പ്രാർത്ഥനയാണ് ദിലീപ് എന്ന് പറഞ്ഞ കലാകാരൻ എന്നത്. അതിന് ഞാൻ നന്ദി പറയുന്നു. മലയാള സിനിമയിലെ എല്ലാവരെയും ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഈ അവസരത്തിൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും നന്ദിയും അതുപോലെ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും നന്മയും നേരുന്നു. പിന്നെ ഞാൻ ലിസ്റ്റിൻ അല്ലാണ്ട് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ എന്നെ സിനിമ കൊണ്ടുവന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. എൻ്റെ പ്രൊഡ്യൂസേഴ്സ് കുറേ പേര് ഇവിടെ ഉണ്ട്. മലയാള സിനിമയിലെ ഒട്ടുമിക്ക കമ്പനിയുടെ കൂടെയും വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ 150ാമത്തെ സിനിമ എന്ന് പറഞ്ഞ് ഞങ്ങളൊരു വിളി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ഈ വേദിയിൽ ഒതുങ്ങുന്നതല്ല. അത്രയും പെരുത്ത് എൻ്റെ സഹപ്രവർത്തകർ, എന്നെ സ്നേഹിക്കുന്ന ആളുകളെല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ ഈ ആഘോഷം വീണ്ടും തുടരും. താങ്ക് യു. ഒരു ചെറിയൊരു കാര്യം കൂടിയുണ്ട്. നമ്മളിപ്പം ഒരു സിനിമ ഇറങ്ങുമ്പോൾ നമ്മൾ 1 പ്രാവശ്യം കാണും, 5 പ്രാവശ്യം കാണും. പക്ഷേ ഒരു സിനിമ 100 പ്രാവശ്യം കാണുന്നുണ്ടെങ്കിൽ മലയാളത്തിൽ ഇന്ന് അത് പറയാനായിട്ട് ഒരേ ഒരു നായകനേ ഉള്ളൂ. ആ നായകനെ നമ്മൾ വിളിക്കുന്നതാണ് ജനങ്ങളുടെ പ്രിയപ്പെട്ട നായകൻ, ജനപ്രിയ നായകൻ ദിലീപ് സാർ. once again let's give it up. And ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ വളയാർ പരമശിവന്റെ കുറേ റീലുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവനും ട്രെൻഡിങ് ആണ്. അപ്പൊ അതിലെ അടി സഖേ എന്നുള്ള ഒരു ചെറിയ ഭാഗം ദിലീപേട്ടന് ഇപ്പൊ പറയാൻ പറ്റുവാണെങ്കിൽ. താങ്ക് യു സോ മച്ച്. ഞാൻ പൊക്കോട്ടെ സാറേ. അല്ല, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു വിടാൻ പാടില്ല. കാരണം ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടമാണ് ദിലീപേട്ടൻ വേദിയിലേക്ക് എത്തുന്നത്. കാരണം ദിലീപേട്ടൻ പണ്ട് മുതൽ വേദിയിൽ ലൈക്ക് എന്താ പറയാ ആഘോഷിക്കുന്ന ഒരാളാണ്. ആൻഡ് ഈ ഒരു മൂഡിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു അടിപൊളി സാധനം, അടിപൊളി നമ്പർ. ഇല്ല, നിങ്ങൾക്ക് വേണ്ടിയല്ല, ഞാൻ പറയാൻ വിട്ടുപോയൊരു വിഭാഗമുണ്ട്. എല്ലാ പ്രശ്നങ്ങളിലും ഞാൻ കഴിഞ്ഞ വേദിയിൽ പറഞ്ഞാണ് എൻ്റെ കൂടെ നിന്നിട്ടുള്ള ദിലീപ് ഫാൻസിന്റെ സഹോദരൻ. അതാണ് പറഞ്ഞു വന്നപ്പോൾ ഞാൻ ആരെയോ വിട്ടുപോയി എന്ന് എനിക്കൊരു തോന്നലുണ്ടായി. ക്ഷമിക്കുക, കാരണം അവരെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത്രയേറെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള, എനിക്ക് എന്ത് പ്രശ്നം വന്നപ്പോഴും എൻ്റെ കൂടെ നിന്നിട്ടുള്ള, എന്നോട് സ്നേഹത്തോടുകൂടി നിന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഓൾ കേരള ദിലീപ് ഫാൻസ് അസോസിയേഷൻ്റെ മെമ്പേഴ്സിനോട് മോനെ നമ്മൾ ബഹളം ഉണ്ടാക്കാനല്ല ഇവിടെ വന്നത്. മോനെ